So welcome back to AIM Study Center പാലക്കാട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റിവിഷൻ സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈജ്ഞാനിക വികാസം, സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആസ് വെൽ ആസ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇത് വലിയൊരു ചാപ്റ്ററാണ്. പക്ഷേ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ റിവിഷൻ സീരീസിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ, ഞാൻ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിസംഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഈ റിവിഷൻ സീരീസിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചാൽ, മനസ്സിലാക്കിയാൽ, അതിൻ്റെ ആശയം ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് മറ്റ് പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു ചോദ്യം അതിനുള്ള ഉത്തരം, അടുത്തൊരു ചോദ്യം അതിനുള്ള ഉത്തരം, ഈ രീതി നിങ്ങൾ സൈക്കോളജിയിൽ ഒരിക്കലും പാലിക്കരുത്. അത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ ചോദ്യം എടുക്കുക, ആ ചോദ്യത്തിൻ്റെ ഉള്ളിലെ വിശദാംശങ്ങൾ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇൻറ്റേർണൽസ് എന്ന് പറയും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിലെ ഇൻറ്റേർണൽസ് ആൻഡ് വെർട്ടിക്കൽസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ആശയം ഗ്രഹിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാനമായ ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ഐ എം ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബ്രൂണറുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ആശയാവിഷ്കാര സിദ്ധാന്തമല്ല, വൈജ്ഞാനിക ദർശനമെന്നല്ല, വൈജ്ഞാനിക സൃഷ്ടി ദർശനത്തിൻ്റെ അമരക്കാരനാണ്. അത് പിന്നീട് വന്നതാണ്. പക്ഷെ ബ്രൂണറുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ആശയാധാന സിദ്ധാന്തം എന്നാണ്. ആശയ സമ്പാദന മാതൃക വേറെ ഉണ്ട് കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് അദ്ദേഹം പറയുന്നത് ആശയാധാന സിദ്ധാന്തം എന്നാണ്. സിമ്പിൾ കാര്യമാണ്. താഴെ പറയുന്നവയിൽ ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം കൊണ്ടുള്ള ലക്ഷ്യം, കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ്. സോ ഡിസ്കവറി ലേണിംഗ് കൊണ്ടുള്ള മെച്ചം എന്താണ്? അത് കുട്ടികളിൽ ആവശ്യകതാ ബോധം വളർത്തുന്നു. എന്തോ കണ്ടെത്താൻ വേണ്ടി കുട്ടികൾ പോവുകയാണ്. സോ കണ്ടെത്തണമെങ്കിൽ അവിടെ ഒരു ആവശ്യകത ഉണ്ടാവണം. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് നെസസിറ്റി എമംഗ് ദി ചിൽഡ്രൻ. രണ്ട്, അത് കുട്ടികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണത്വരയും വളർത്തുന്നു. അതായത് ഒരു പഠന പ്രശ്നം കുട്ടികളുടെ പ്രശ്നമായി അനുഭവപ്പെടുകയും ആ പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ച് കണ്ടെത്തി പരിഹാരം കാണുന്നതിന് വേണ്ടി കുട്ടികൾ ശ്രമിക്കുന്നു. അപ്പോൾ ഓരോ പ്രശ്നവും കുട്ടിക്ക് തൻ്റെ പ്രശ്നമായിട്ട് തോന്നുകയും അതിനെ സ്വതന്ത്രമായി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ താഴെ പറയുന്നതിൽ ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം കൊണ്ടുള്ള മെച്ചം മേൽ പറഞ്ഞത് രണ്ടും, അതായത് ആൻസർ സി. ഇതൊക്കെ ആഴത്തിലുള്ള ക്വസ്റ്റ്യനാണ്. വ്യക്തി നേരിടുന്ന അനുഭവങ്ങളുടെ സ്വഭാവവുമായാണ് വൈജ്ഞാനിക വികാസം ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലാതെ പ്രായവുമായല്ല. ആരുടെ അഭിപ്രായമാണിത്? സോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ആദ്യം പിയാഷെയുടെ ഡിഫറെൻറ്റ് സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിയാഷെ 4 ഘട്ടങ്ങളിലായിട്ടാണ് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. ഒപ്പം വൈജ്ഞാനിക വികാസത്തിൻ്റെ ഓരോ ഘട്ടത്തെയും വയസ്സുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു പിയാഷെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിനെ പിന്നീട് വന്ന ഒരാൾ എതിർക്കുകയുണ്ടായി എന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ആ ആളാണ് ബ്രൂണർ. അപ്പം ബ്രൂണർ പറയുന്നത് വൈജ്ഞാനിക വികാസം ഘട്ടം ഘട്ടങ്ങളായിട്ടല്ല സംഭവിക്കുന്നത്. മാത്രമല്ല അതിന് വയസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
പിന്നെ എങ്ങനെയാണ് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത്? അതായത് വ്യക്തി നേരിടുന്ന അനുഭവങ്ങളുടെ സങ്കീർണതയും അതിൻ്റെ സ്വഭാവവും അനുസരിച്ചാണ് എന്ത് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത്. അല്ലാതെ വയസ്സായതുകൊണ്ട് മാത്രം വൈജ്ഞാനിക വികാസം ഉണ്ടാവില്ല. ഓക്കെ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ചെറിയ ഉദാഹരണം. നിങ്ങളുടെ വയസ്സിൽ നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടിയുണ്ട്. ഒരു 10 വയസ്സുള്ള കുട്ടി, ഒരു 15 വയസ്സുള്ള കുട്ടി. 10 വയസ്സുള്ള കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 15 വയസ്സുള്ള കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ ജോലിക്ക് പോയിരിക്കുകയാണ്, വീട്ടിൽ ആരുമില്ല. സോ 10 വയസ്സുള്ള കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, നിങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ജോലിക്ക് പോയത്. വീട്ടിൽ ഭർത്താവില്ല, അതുപോലെ വേലക്കാരി അങ്ങനെ ആരുമില്ല. അപ്പോൾ വീട് പൂട്ടിയിട്ടാണ് പോയത്. സോ 10 വയസ്സുള്ള കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉച്ചക്ക് 1 മണിക്ക് സ്കൂൾ വിട്ടു വരും. അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവൻ തന്നെ താക്കോലെടുത്ത്, ഇവൻ തന്നെ വീട് തുറന്ന്, ഇവൻ തന്നെ അടുക്കളയിൽ പോയി, ഇവൻ തന്നെ പാത്രം എടുത്ത്, ഇവൻ തന്നെ പാത്രം കഴുകി, ഇവൻ തന്നെ ചോറ് വിളമ്പി, ഇവൻ തന്നെ കഴിച്ച്, ഇവൻ തന്നെ പാത്രം കഴുകി, ഇവൻ തന്നെ അവിടെ മൂടി വെച്ചു. ആരും ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. ഈ 10 വയസ്സുകാരൻ, അതായത് 5ാം ക്ലാസ് പഠിക്കുന്നത്. കാരണം ഈ കുട്ടിക്ക് ഉച്ചവരെ 1 മണിക്കാണ് ക്ലാസ്. 10ാം ക്ലാസ് പഠിക്കുന്ന ഈ കുട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്കാണ് വീട്ടിൽ വരുന്നത്. ബൈ ദാറ്റ് ടൈം ജോലിക്ക് പോയ നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി എന്ന് കരുതുക. അപ്പോൾ മൂത്ത കുട്ടി വരുമ്പോഴേക്കും നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നോർമലി വാട്ട് വിൽ ഹാപ്പൻ? ഈ 10 വയസ്സായ കുട്ടി വരുമ്പോഴേക്കും നിങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഗ്ലാസ് എടുക്കും, ഗ്ലാസ് എടുത്ത് കഴുകും, എന്നിട്ട് അവന് 1 ഗ്ലാസ് പാല് കൊടുക്കും, അല്ലെങ്കിൽ ചായ കൊടുക്കും, തിന്നാൻ എന്തെങ്കിലും കടി കൊടുക്കും. എന്നിട്ട് അവൻ കുടിച്ച പാത്രം നിങ്ങൾ കഴുകി വെക്കും. സോ ദിസ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ. അപ്പൊ ഇവിടെ ഏത് കുട്ടിക്കാണ് കൂടുതൽ അനുഭവങ്ങളുള്ളത്, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ സങ്കീർണതയുള്ളത്? ആദ്യത്തെ കുട്ടിക്കാണോ, രണ്ടാമത്തെ കുട്ടിക്കാണോ? ഇവിടെ 10 വയസ്സുള്ള 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കാണ് കൂടുതൽ അനുഭവ സമ്പത്തുള്ളത്. അല്ലാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ള കുട്ടിക്കല്ല. ബിക്കോസ് ഈ 15ാം വയസ്സുള്ള കുട്ടിക്ക് നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന് സ്വന്തമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. വേറെ 5ാം ക്ലാസ് പഠിക്കുന്ന 10 വയസ്സുള്ള ഈ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടി വരുന്നു. ബിക്കോസ് അവൻ വീട്ടിൽ വരുമ്പോഴേക്ക് നിങ്ങളില്ല, നിങ്ങൾ ജോലിക്ക് പോയിരിക്കുകയാണ്. സോ ഓരോ വ്യക്തിയും നേരിടുന്ന അനുഭവങ്ങൾ ചിലത് സങ്കീർണമായിരിക്കാം, ചിലത് ലളിതമായിരിക്കാം. അപ്പോൾ വയസ്സ് കുറേ ആയി എന്നുള്ളത് കൊണ്ട് വൈജ്ഞാനിക വികാസം ഉണ്ടാവണമെന്നില്ല എന്നാണ് ബ്രൂണർ പറയുന്നത്. ചില കുട്ടികൾ ചെറുപ്പത്തിലേ തന്നെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു, ഒരുപാട് ദുരിതം ഒക്കെ അനുഭവിച്ചിട്ടാണ് വളരുന്നെങ്കിലോ അവൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മറ്റൊരു സാധാരണ ഒരു ടീസ്പൂൺ ബേബി ഇല്ലേ, ആ ബേബീനേക്കാൾ എത്രയും ബെറ്റർ ആയിരിക്കും. മനസ്സിലായി? അപ്പൊ ബ്രൂണർ പറയുന്നു, വ്യക്തി നേരിടുന്ന അനുഭവങ്ങളുടെ സ്വഭാവവുമായാണ് വൈജ്ഞാനിക വികാസം ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലാതെ പ്രായവുമായല്ല. ആരുടെ അഭിപ്രായമാണിത്? ബ്രൂണർ. എത്ര ഇന്റലിജന്റായ ക്വസ്റ്റ്യനാണ്, എത്ര ഇന്റലിജന്റായ ഇലുസ്ട്രേഷനാണ് എന്ന് നിങ്ങൾ നോക്കുക. ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ തമാശയാണെന്ന്. ദർ തമാശ ഇൻ ഇറ്റ്. അടുത്തത്, ബ്രൂണറുടെ അഭിപ്രായത്തിൽ കുട്ടികൾ അനുഭവങ്ങളെ വാക്കുകളിൽ കൂടിയും ഭാഷയിൽ കൂടിയും സ്വാംശീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഘട്ടം. ഭാഷ, വാക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത് പ്രതിരൂപാത്മക ഘട്ടത്തിലാണ്. അപ്പോ ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പിയാഷയുടെ ഘട്ടസിദ്ധാന്തത്തെ ബ്രൂണർ എതിർത്തു. പകരം ബ്രൂണർ മുന്നോട്ട് വെച്ചൊരു ഘട്ടസിദ്ധാന്തമുണ്ട്. അതിന് നമ്മൾ പറയുന്നു പ്രാതിനിധ്യ ഘട്ടങ്ങൾ അഥവാ മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന്. മോഡ്സ് ഓഫ്
റെപ്രസെൻറ്റേഷൻ, മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ. ഇതിൽ 3 മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് ഉള്ളത്. 1 പ്രവർത്തനഘട്ടം, 2 ബിംബനഘട്ടം, 3 പ്രതിരൂപാത്മക ഘട്ടം. സോ ബ്രൂണറുടെ അഭിപ്രായത്തിൽ 3 ഘട്ടങ്ങൾ: പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. പ്രവർത്തനഘട്ടത്തിൽ കുട്ടികൾ വസ്തുക്കൾ നേരിട്ട് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ബിംബനഘട്ടത്തിൽ വസ്തുക്കളുടെ ചിത്രങ്ങളും ബിംബങ്ങളും ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. പ്രതിരൂപാത്മക ഘട്ടത്തിൽ വാക്കുകളിൽ കൂടി അഥവാ ഭാഷയിൽ കൂടിയാണ് കുട്ടികൾ പഠിക്കുന്നത്. സോ ചോദ്യത്തിന് ഉത്തരം: ബ്രൂണറുടെ അഭിപ്രായത്തിൽ കുട്ടികൾ അനുഭവങ്ങളെ വാക്കുകളിൽ കൂടിയും ഭാഷയിൽ കൂടിയും സ്വീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം, അഥവാ എന്താണ് ഇതിന് പറയുന്നത്? നമ്മൾ അഡാപ്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ്. സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, സോഷ്യോ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേർട്ട് ലെവിനാണ്. കേർട്ട് ലെവിനെ കുറിച്ച് നമുക്ക് പിന്നീട് കുറെ പറയാനുണ്ട്, അപ്പോൾ പറയാം. എറിക്സൺ ഈസ് ഓൾസോ എ സോഷ്യോ സൈക്കോളജിസ്റ്റ്. സാമൂഹ്യ മനഃശാസ്ത്രം പഠിച്ച വക്താവ് തന്നെയാണ് എറിക്സൺ. സംഘർഷഘട്ട സിദ്ധാന്തമൊക്കെ മുന്നോട്ട് വെച്ച എറിക്സൺ. പക്ഷേ സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേർട്ട് ലെവിനാണ്. അതായത് ക്ഷേത്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച കേർട്ട് ലെവിൻ. അടുത്തത്, അസംഖ്യം ആകർഷണ വികർഷണ ശക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു ജൈവ സ്ഥലമാണ് ക്ഷേത്രം. വ്യക്തിയും അയാൾ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന സാഹചര്യവും തമ്മിലുള്ള അംശബന്ധമാണ് അയാളുടെ ആ സമയത്തെ വ്യവഹാരം. ഇതെങ്ങനെ എഴുതുന്നത് അറിയോ? ബിഹേവിയർ ഈസ് ദി ഫങ്ഷൻ ഓഫ് പേഴ്സൺ ഇൻ ദി എൻവയോൺമെന്റ്. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ സൂത്രവാക്യം ശ്രദ്ധിക്കണം. ബി എന്ന് വെച്ചാൽ ബിഹേവിയർ, എഫ് സ്മോൾ എഫ് ഫങ്ഷൻ, ബ്രാക്കറ്റിൽ പി പേഴ്സൺ, ഈ എൻവയോൺമെന്റ്. ഒരാളുടെ ഒരു സമയത്തെ വ്യവഹാരം എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഫങ്ഷൻ കൊണ്ടാണ്? ആ വ്യക്തിയുടെയും വ്യക്തി അപ്പോൾ അടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൻ്റെയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വ്യവഹാരം ഇന്നത്തെ എൻ്റെ ബിഹേവിയർ ആയിരിക്കണമെന്നില്ല നാളത്തെ എൻ്റെ ബിഹേവിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് ഫോൺ ചെയ്തപ്പോൾ ദേഷ്യപ്പെട്ടു. ചിലപ്പോൾ നാളെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ദേഷ്യപ്പെടണമെന്നില്ല. പകരം ഇന്നലെ ഫോൺ ചെയ്തതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. വൈ? ബിക്കോസ് ഇന്നത്തെ പേഴ്സണും എൻ്റെ എൻവയോൺമെൻറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ ഈ പേഴ്സണും കൂടിയുള്ള അംശബന്ധം വ്യത്യസ്തമാകുന്നു. അപ്പോൾ ബിഹേവിയറും വ്യത്യസ്തമാകുന്നു. അപ്പോൾ ലെവിൻ പറയുന്നു, അനേകം അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് ഉള്ള ഒരു രംഗസ്ഥലമാണ് ജീവിതം. എന്നിട്ടോ അയാളുടെ ആ സമയത്തെ വ്യവഹാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞതാരാണ്? ലെവിനാണ് കേട്ടോ. കേർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തു തന്ന കാര്യമാണ്. അപ്പോൾ വീണ്ടും റിവിഷൻ സമയത്ത് ഞാൻ യഥാർത്ഥ ക്ലാസ്സിനേക്കാൾ കൂടുതൽ പറയാണ്. ഇപ്പൊ നോക്കുക, അടുത്തത് കണ്ടെത്തലുകളിലൂടെയല്ല വ്യക്തി വിജ്ഞാനം സ്വായത്തമാക്കുന്നത്. ബ്രൂണർ പറഞ്ഞത് കണ്ടെത്തലുകളിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്, ഡിസ്കവറി ലേണിംഗ്. എന്നാൽ ഇവിടെ പറയുന്നത് ഡിസ്കവറി ലേണിംഗ് അല്ല. നിലവിലുള്ള വിജ്ഞാനത്തിന്റെ വൈജ്ഞാനിക ഘടനയിൽ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ഭാഷാപരമായ ആശയവിനിമയത്തിലൂടെ, അതായത് വെർബൽ എക്സ്ചേഞ്ചിലൂടെ, വെർബൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. ഇവിടെ വ്യക്തി ഉൾച്ചേർക്കുകയാണ്. ഉൾച്ചേർക്കുക എന്ന് വെച്ചാൽ സബ്സംഷൻ. ഭാഷാപരമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബൽ. അപ്പോ ഭാഷാപരമായ അർത്ഥപൂർണ ഭാഷാപര പഠനം
എന്ന് വെച്ചാൽ അത് മുന്നോട്ട് വെച്ചതാരാണ്? ഡേവിഡ് ഓസുബൽ. ഓസുബൽ പറയുന്നു, പഠിതാക്കൾ എന്ത് ചെയ്യുന്നു? കണ്ടെത്തലുകളിലൂടെ അറിവ് കൂട്ടിച്ചേർക്കുകയല്ല, മറിച്ച് നിലവിലെ വൈജ്ഞാനിക ഘടനയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിതാക്കൾ എന്ത് ചെയ്യുന്നു? പഠിതാക്കൾ ഭാഷയിൽ കൂടി കാര്യങ്ങൾ സ്വായത്തമാക്കുന്നു. ഈ തിയറിയുടെ പേരാണ് മീനിങ്ഫുൾ വെർബൽ തിയറി. മീനിങ്ഫുൾ വെർബൽ റിസപ്ഷൻ തിയറി. എല്ലാവരും ശ്രദ്ധിക്കുക, പേര് മീനിങ്ഫുൾ വെർബൽ റിസപ്ഷൻ തിയറി. അർത്ഥപൂർണ ഭാഷാപര സ്വീകരണ പഠനം. പറയുന്നതിൻ്റെ കൂടെ അർത്ഥപൂർണ ഭാഷാപര സ്വീകരണ പഠനം. ഇതിനെ ഉൾച്ചേർക്കൽ എന്നും പറയും. അതുകൊണ്ട് ഇതിനെ സബ്സംഷൻ തിയറി എന്നും പറയും. സോ അടുത്തതിലേക്ക് പോവാം. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഉയർന്ന ഭാഷണമാണ് പരകേന്ദ്രീകൃത ഭാഷണം എന്നുള്ളത്. കുറെ കൂടി പിയാഷെ പറഞ്ഞ സാമൂഹ്യ ഭാഷണമാണ്. അതവിടെ എത്തട്ടെ. അപ്പോൾ 3 തരം ഭാഷണമുണ്ട് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ആത്മഭാഷണം, ഇന്നർ സ്പീച്ച്, സ്വകാര്യ ഭാഷണം, പ്രൈവറ്റ് സ്പീച്ച്, സാമൂഹ്യ ഭാഷണം, സോഷ്യൽ സ്പീച്ച്. അതായത് ഇന്നർ സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച്, സോഷ്യൽ സ്പീച്ച്. കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഏറ്റവും ഉയർന്ന ഭാഷണം സാമൂഹ്യ ഭാഷണമാണ് എന്ന്. അല്ല, ഏറ്റവും ഉയർന്ന ഭാഷണം സ്വകാര്യ ഭാഷണം ആണ് കേട്ടോ. ഓക്കെ, ഇനി ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ്. നോളജ് ഈസ് എ സോഷ്യൽ പ്രോഡക്റ്റ്. അതായത് പഠിതാവ് എങ്ങനെയാണ് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത്? സാമൂഹ്യവും സാംസ്കാരികവുമായ ഇടപെടലുകളിലൂടെയാണ് അറിവ് നിർമ്മിച്ചെടുക്കുന്നത്. അല്ലാതെ പിയാഷെ പറഞ്ഞ പോലെ അറിവ് ഒരു ഭൗതിക ഉൽപ്പന്നമല്ല. പിയാഷക്ക് അറിവ് ഒരു ഭൗതിക ഉൽപ്പന്നമായിരുന്നുവെങ്കിൽ വൈഗോട്സ്കിക്ക് അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ്. 2, അർത്ഥപൂർണമായ വൈജ്ഞാനിക വികസനത്തിന് സാമൂഹ്യവും സാംസ്കാരികവുമായ ഇടപെടലുകൾ ആവശ്യമാണ്. അതായത് സോഷ്യോ കൾച്ചറൽ ഇന്ററാക്ഷൻ ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ മീനിങ്ഫുൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അർത്ഥപൂർണമായ വികസനത്തിന് എപ്പോഴും എന്താവശ്യമാണ്? സാമൂഹ്യവും സാംസ്കാരികവുമായ ഇടപെടലുകൾ ആവശ്യമാണ്. പിന്നെ 3, പഠനം വികസനത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. പഠിതാവ് എത്രത്തോളം വികസനം പഠനം വികസനത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. വികസനം പഠനത്തെ ആശ്രയിക്കണമെന്നില്ല. ശരിയായത് കണ്ടെത്തുക. അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ്. ഇതിന് ഓപ്ഷൻ ഉണ്ടാവണമല്ലോ. ശരി, കറക്റ്റ്. അതാണ്. അപ്പോൾ 1ാമത്തെ ശരിയാണ്, പിന്നെ 2ാമത്തെ ശരിയാണ്, പിന്നെ പഠനം വികസനത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. വികസനം പഠനത്തെ ആശ്രയിക്കണമെന്നില്ല. വികസനം പഠനത്തെ ആശ്രയിക്കണമെന്നില്ല. സോ 1, 2, 3 ഇത്രയാണ് ശരിയായത്. അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ നിന്നുള്ള 15 ചോദ്യങ്ങൾ വീണ്ടും കണ്ടു. ഇപ്പോൾ റിവിഷൻ സീരീസ് 4 4 നമ്മൾ കണ്ടു. അടുത്തത് നമുക്ക് റിവിഷൻ സീരീസ് 5 വീണ്ടും കാണാം. Until then, goodbye. And this is Dr. V. Balakrishnan signing off today. See you again. Goodbye.